നമസ്കാരം. പരവൂർ കോട്ടപ്പുറം ഹരികൃഷ്ണൻ്റെ വീട്ടിലാണ് സമുദ്രാവിഷൻ ഇപ്പോഴുള്ളത്. ഒരുപാട് പേരെ മനസ്സറിഞ്ഞ് സാമ്പത്തികമായും ശാരീരികമായൊക്കെ സഹായിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ. 22 വർഷം പ്രവാസ ജീവിതം നയിച്ച ഹരികൃഷ്ണൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. സ്വന്തം ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഒരു ചെറിയ കൈസഹായം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കേട്ടപ്പോൾ സമുദ്രാവിഷന് ഇവിടെ എത്തണമെന്ന് തോന്നി. കാരണം നിങ്ങളുടെ സഹായമില്ലാതെ ഇനി ഈ കുടുംബത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. ഹരികൃഷ്ണൻ്റെ ഭാര്യ ശാരി നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളോട് ഒന്നും സംസാരിക്കാൻ വയ്യാത്തൊരു മാനസികാവസ്ഥയിലാണെങ്കിലും നമ്മൾ അറിയണമല്ലോ, ഇത്തരം വിഷമങ്ങൾ നിങ്ങളോടല്ലാതെ ആരോട് പങ്കുവയ്ക്കാനാണ്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളം ആയി നമുക്ക് തുടങ്ങിയിട്ട്. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്ന. അന്ന് തൊട്ടേ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഗോകുലം മെഡിക്കൽ കോളേജിലോട്ടും മാറ്റി. അവിടെ നിന്നും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. നമുക്ക് 2 കിഡ്നിയും ഫെയിലർ, ലിവർ സിറോസിസ് ആണ്. പിന്നെ ബ്ലഡ്, തലച്ചോറ് ക്ലോട്ടായി, ഓർമ്മയ്ക്കും നല്ല പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ചികിത്സക്ക് നന്നായി ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു സഹകരണം എൻ്റെ ഭർത്താവിന് വേണം സാമ്പത്തികമായിട്ട്. രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത്. 2 പേരും പഠിക്കുകയാണ്. ഒരാൾ +1-നും മോൾ 8-ലും. കുഞ്ഞുങ്ങൾ ചെറുതാണ്. അപ്പം എനിക്ക് ആ ഒരു ജോലി ഇല്ല. ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന സാഹചര്യവും അല്ല. എൻ്റെ ഹസ്ബൻഡിനെ ഇട്ടിട്ട് എനിക്ക് പോകാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഹസ്ബൻഡിനെ രക്ഷിച്ചെടുക്കാൻ എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കണം. കോട്ടമോലെ 15-ാം വാർഡിൽ ഹരികൃഷ്ണൻ എന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാവുന്ന കുടുംബമാണ്. മാത്രമല്ല അവിടുത്തെ കൗൺസിലർ എന്ന ഒരു നിലയിലും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇപ്പോൾ ഒരുപാട് ചികിത്സാ സഹായത്തിൻ്റെ മറ്റുമൊക്കെ ഇപ്പോൾ ഒരുപാട് നല്ല മനുഷ്യരുടെ മനസ്സുകൊണ്ട് ഒരുപാട് പേർ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ഹരികൃഷ്ണനെയും കൂടെ ഒന്ന് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. 2 കൊച്ചുങ്ങൾക്ക് പഠിക്കാനുള്ള ചിലവ്, പിന്നെ അവരുടെ ബാങ്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം പ്രവാസിയായിരുന്നു, മുൻകാലങ്ങളിൽ നല്ല സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നതിന് ശേഷം അസുഖമായി തുടർന്ന് വന്നതാണ്. പക്ഷെ ഒരുപാട് ചികിത്സയ്ക്ക് ഒത്തിരി പൈസ ആവുന്നതുകൊണ്ട് ഈ പറഞ്ഞ ബാങ്കിലും മറ്റു കടം കൂടി വരികയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വീട്ടു ചിലവ്, ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ ചിലവെല്ലാം കൂടെ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം ഭാര്യയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, വീട്ടമ്മയാണ്. അവ എന്താ തന്നെയും നമുക്ക് നമ്മുടെ നല്ല മനസ്സുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ അവരെ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മണലാരണ്യങ്ങളിൽ, മരുഭൂമിയിൽ 22 വർഷം തൻ്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ ഒരു ഭവനം, അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ ഏത് നിമിഷവും ഈ കുടുംബത്തിന് ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും. ഇത് ഒരു ജപ്തി ഭീഷണിയിലാണ്. കാരണം ബാങ്ക് ലോൺ എടുത്താണ് ചികിത്സ തുടർന്നത്. നന്മയുള്ള കുറച്ച് രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഇടപെട്ട് താൽക്കാലികമായി ജപ്തി നടപടികൾ ഒന്ന് ഒഴിവാക്കി വച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങും. സഹായിക്കണം. ഒരുപാട് പേരെ സഹായിച്ച വലിയ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കൈനീട്ടുന്നത്. 2 ചെറിയ കുട്ടികളാണ്. അവർക്ക് പഠിക്കണം, അവരുടെ ഭാവി സുരക്ഷിതമാകണം. നമുക്കറിയാം, നമ്മൾ മലയാളികൾ 24 മണിക്കൂർ കൊണ്ട് 20 കോടി സമാഹരിച്ച് നമ്മൾ പലരെയും സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 35 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഹരികൃഷ്ണനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. നിങ്ങളാൽ കഴിയുന്ന തുകകൾ ഹൃദയമറിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തെ മാത്രമല്ല, അദ്ദേഹം ഇനിയും സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കും. എനിക്കും അധികം സംസാരിക്കുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഹരികൃഷ്ണൻ്റെ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിൽസുമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്ത് ഈ കുടുംബത്തെ ദയവ് ചെയ്ത് രക്ഷിക്കണമെന്ന് സ്നേഹപൂർവ്വം ഏറ്റവും എളിമയോടുകൂടി അപേക്ഷിക്കുകയാണ്.